കണ്ടില്ലേ എൻ്റെ തക്കാളിക്കൊട്ടയിൽ കാന്താരി മുളക് മുളച്ചുണ്ടായത് അടിപൊളിയായിട്ട് കാന്താരി മുളക് പറിക്കാനുണ്ടായത് ചുറ്റും ഞാൻ പൊന്നാങ്കണ്ടി നടുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പോട്ടി മിക്സ് ഇടാൻ ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയി വന്നതെന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ ഞാൻ നടുന്നുണ്ട് നിങ്ങളെ കാണിക്കാൻ നമുക്കൊന്ന് വീഡിയോയിലോട്ട് കൂട്ടുകാർ. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. നടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായി വേണ്ട ഒരു പച്ചക്കറീൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് ഞാൻ നടുന്നത്. നമുക്ക് എന്തെല്ലാം തക്കാളി ചെടി നിർബന്ധമായിട്ടും വേണം, കറിവേപ്പില വേണം. അങ്ങനെ അതുപോലെ തന്നെ ഒന്നാണ് ചീനാപ്പറങ്കി കാന്താരി. ഞാനിവിടെ ചീനാപ്പറങ്കി എന്നൊക്കെ പറയും, നിങ്ങളെന്താ പറയാൻ നിൽക്കാറില്ല കേട്ടോ. കാന്താരി ഇല്ലേ, നമ്മൾ നടുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കാന്താരി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ദിവസേന കാന്താരി ഇഷ്ടം പോലെ വിളവെടുക്കുക. കാന്താരി ഒരു ഔഷധമാണ്, നല്ല വിലയാണ്. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രക്കും ലാഭമാണത്. അപ്പോൾ ഞാൻ ഇന്ന് കാന്താരി നടാൻ പോകുക കേട്ടോ. അങ്ങ് കാണിച്ചു തരാം. നവീൻ കാന്താരി നടുന്നത് ഇന്ന് സിമൻറ്റ് ചാക്കൊന്നുമല്ല കേട്ടോ, നിലത്തുമല്ല, സിമൻറ്റ് ചാക്കിലും അല്ല, പൈസ കൊടുത്ത് വാങ്ങിയ പോട്ടിലും അല്ല. ഇന്ന് ഞാൻ നടുന്നത് ഇതാ, കണ്ടില്ലേ? ഇതിപ്പോൾ എന്ത് കോട്ടയാണ് എനിക്ക് തിരിയുന്നില്ല. എനിക്ക് തോട്ടത്തിൽ നിന്ന് കിട്ടിയതാ. ഇതെന്തായിരിക്കും ഇത്? എനിക്ക് മനസ്സിലായില്ല. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വേഗം എടുത്തുകൊണ്ടുവന്നിട്ട് ഞാൻ വിചാരിച്ചത് ഇതിൽ കാന്താരി എനിക്ക് നടണം. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഹോൾസ് ഒന്നും ഉണ്ടാക്കണ്ട. ഇതിൽ ഹോൾസിൻ്റെ ഒരു സമ്മേളനമാണ്. ഇതാ ഹോൾസ് ഇഷ്ടം പോലെ. അപ്പം ഞാൻ വിചാരിച്ചു കാന്താരി ഇതിൽ നടാം, സൈഡിലൊക്കെ ഞാൻ വേറെന്തെങ്കിലും നടാം. അങ്ങനെ രണ്ടാളും കൂടെ നിറയെ പോട്ടി മിക്സ് ഇട്ടാൽ അടിപൊളിയായിരിക്കും. എന്നാൽ ഞാൻ നടാൻ തുടങ്ങാം. പോട്ടി മിക്സ് വാഴൻ്റെ ഇല ഉണങ്ങിയത്, വാഴൻ്റെ ഇലയൊക്കെ അല്ലേ തോട്ടത്തിൽ നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവരാണ്, കരിയില ചാക്കിൽ കെട്ടി വെക്കുന്നവരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാർത്ത? ഒരു പയ്യന് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കരിയില വാരിയതാണ്. ആ വാരിയത് പിന്നെ അതിൻ്റെ വാരിക്കൊണ്ടിരിക്കുമ്പോൾ അണലി കടിച്ചു മരിച്ചു. വല്ലാത്തൊരു സങ്കട വാർത്ത. ആ വാർത്ത കണ്ടപ്പം തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയണമെന്ന്. നിങ്ങൾ പോവുക, കരിയില എടുക്കുകയാണെങ്കിൽ വലിയ കോല് കൊണ്ടുപോവുക, പിന്നെ പാമ്പ് ഷൂ ഇടുക, കയ്യെ ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് അത് എടുത്തുകൊണ്ട് വരുമ്പോൾ ഉപ്പെട്ടിയില്ല. ഗ്ലൗസ് ഇട്ടാൽ ഏറെ കുറേയൊക്കെ നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ വിധിയാണ്. എന്നാലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് കേട്ടപാടെ തന്നെ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കരിയില വാരിയതാണ് പോലും, എന്നിട്ട് അണലി കടിച്ചു മരിച്ചു എന്ന്. കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. എന്ത് നടുകയാണെങ്കിൽ നമ്മൾ മണ്ണിടണം. ഇടയ്ക്ക് മണ്ണിട്ടാൽ വേഗം അങ്ങോട്ട് വളയിക്കോളും. നമ്മളിടുന്ന പോട്ടി മിക്സൊക്കെ കുറേ മണ്ണിടിയൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുപ്പി വെക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ കാണിച്ചു തരാം. കുപ്പി വെച്ചിട്ട് എൻ്റെ കാന്താരി ഉഷാറായിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ പഴത്തൊലി, മുട്ടത്തോട്, എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ, അതൊക്കെ കമ്പോസ്റ്റാക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അടപ്പ് മൂടി വെക്കാം. അത് നിറയെ ഹോൾസ് ഇട്ടിന് കേട്ടോ. ഒരു ഹോൾസല്ല, ഇന്നലെ സംശയം ചോദിച്ചിരുന്നു ഹോൾസ് എത്ര വേണം. അടിയിൽ മാത്രമല്ല ചുറ്റും ഹോൾസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പൊട്ടിച്ചിട്ട് എവിടം വരെ ആക്കിയുള്ളൂ, ഫുള്ളിങ്ങ് പറിച്ചെടുത്തില്ല. എന്നിട്ട് നമ്മളിങ്ങനെ അടച്ചു വെച്ചാൽ ഈച്ച അങ്ങനത്തെ ഒന്നും വരില്ല. നമുക്ക് ഞാൻ ചെറിയൊരു കല്ലൊക്കെ വെക്കും തുറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോ നിറച്ചിടും. ഇപ്പം നിറക്കുന്നില്ല, ഇപ്പം മഴ വരുന്നു ഒരുക്കായത് കൊണ്ട് വേഗം പണി തീർക്കുക. അടുത്തത് ചീമക്കൊന്ന നിറയെ നൈട്രജൻ സമൃദ്ധ. അപ്പോൾ നമുക്ക് ചീമക്കൊന്ന ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളം കൊടുക്കുകയൊന്നും വേണ്ട. അത് ചാണകത്തിനും തത്തില്ല. ഇത് വേലിമലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളെ ആദ്യം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളം പൈസ കൊടുത്ത് വാങ്ങി ഇടിയൊന്നും വേണ്ട. ഇതാ ഇട്ടു. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. ഇപ്പം തന്നെ തുടക്കത്തിലിട്ടാൽ ഇതിന് അനക്കം കുടുങ്ങൂല. കുറച്ച് മണ്ണിടട്ടെ. കാരണം ഈ മണ്ണോട് ഞാൻ ഇനി ആ സൈഡിലൊക്കെ നടാൻ പോവുക. ഇപ്പം തന്നെ അങ്ങ് തുടങ്ങാൻ നടൽ. എന്നാൽ പിന്നെ നിറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തി ചീരി വെക്കാണ്ട, ഇപ്പം തന്നെ സമാധാനത്തിൽ നടാം. ഒന്ന് അമർത്തിയിട്ടാൽ എല്ലായിടത്തും പോട്ടി മിക്സും എത്തണോ എന്ന് ഫിറ്റാക്കിയാൽ
പോലെ പൊട്ടി മിക്സ് നിറച്ചിട്ട് മേൽഭാഗത്ത് ചുവന്ന ചീര, സൈഡിൽ പച്ച ചീര, അങ്ങനെ ഒന്ന് നട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ കാന്താരി നിറച്ച് നട്ടിട്ട് ചുറ്റും പൊന്നാങ്കണ്ടി നട്ടത് ഉണ്ടായത് കാണിച്ചു തരാം. വരി, ഞാൻ കാണിച്ചു തരാം. ഇല്ലേ, ഉള്ളിക്കൊട്ടയല്ല, തക്കാളിപ്പെട്ടിയോ അങ്ങനെ എന്തോ ഇത് എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞ എനിക്ക് വേസ്റ്റ് തട്ടിയിൽ കിട്ടിയതാന്നുള്ളത്. അതിൽ മേലെ ഞാൻ ചുവന്ന ചീര, സൈഡിലൊക്കെ പച്ച ചീര നോക്കുണ്ടായത്. എന്താ അടിപൊളി. അപ്പം നമ്മൾ ഒരു കുനിയലിൽ ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ നമുക്ക് ഒരു തോരൻ കിട്ടും. എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പിടി തോരൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് തന്നെയാണ് അത് നട്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് നോക്കുന്നത്. എന്തായത് കണ്ടോ? അപ്പം എല്ലാവരും പറയും നിങ്ങൾ നടുന്ന് കാണിക്കുന്നു, ഉണ്ടായത് എന്താ കാണിക്കാത്തത്? ഇതാട്ടോ എന്തുപോലെ ഉഷാറായി നോക്ക്. അപ്പുറം പച്ച, നടുക്ക് ചുവപ്പ്, അടിപൊളി. ചീര നടാന്ന് വിചാരിച്ചിട്ട് ചീര ഇവിടുന്നൊക്കെ പറിച്ചെടുക്കുക. നിറച്ച് ചീര നിറച്ചുണ്ടായിട്ടുണ്ട്. വെള്ളം കിട്ടിയിട്ട് കണ്ടോ, വേരോടെ കിട്ടിയേ. ഇതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചീര കൊണ്ടുവന്നത് കണ്ടോ. ഇതെല്ലാം തുടക്കം തന്നെ അങ്ങ് ചെയ്താലേ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇടുക. തുടക്കം തന്നെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും അറിയേണ്ടതാ. ഇങ്ങനെയൊക്കെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇന്നതിൻ്റെ മുമ്പേ ഇട്ട് കഴിഞ്ഞാൽ അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു ഈ വീതി മതിയോന്ന്. ഈ വീതിയെ ധാരാളം കണ്ടില്ലേ നിങ്ങൾ അവിടെ ഉണ്ടായത് ഞാൻ കാണിച്ചു തന്നത്. ഊരി വെക്കില്ല, ഞാൻ ഫുള്ള് നറക്കട്ടെ, സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ ചുറ്റും സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചുറ്റും ചീര അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നനയ്ക്കല്ലോ. അപ്പം നനയ്ക്കുമ്പോൾ എല്ലാവർക്കും കിട്ടും. മേൽഭാഗത്ത് നനയ്ക്കും, മേലുള്ള ചെടികൾക്കും കിട്ടും, അടിയിലുള്ള ചെടികളൊക്കെ കിട്ടുമല്ലോ. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇനി ഞാൻ നട്ടല്ലോ, നട്ടതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടാട്ടെ. ആദ്യം നടുമട്ടിട്ടുണ്ട്, ഒക്കെ ഒന്ന് അമർന്ന് നിൽക്കാനാ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു പണി കൊണ്ട് എന്തെല്ലാം കിട്ടും. നമുക്ക് കാന്താരി ഇവിടുന്ന് ഇങ്ങനെ പറിക്കുക, ചീര ഇവിടുന്ന് പറിക്കുക, ഒക്കെ നമുക്ക് മുറ്റത്ത് വെക്കാം. ഇതുകൊണ്ടാണ് തോട്ടത്തിലും പോകണ്ട. ഇനി ഞാൻ അടുത്ത പൊട്ടി മിക്സ് ഇടട്ടെ. പൊട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ വാഴൻ്റെ തന്നെയാണ്. ഇന്ന് കൂടുതൽ വാഴൻ്റെ കൊണ്ടുവന്ന് വാഴൻ്റെ നല്ലതാണ് ഇടുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു മരുന്നുണ്ടാക്കുന്നതൊക്കെ കാണിച്ചില്ലായിരുന്നോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ഇത് കണ്ടുണ്ടാക്കിയിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കമൻറ്റൊക്കെ ഞാൻ കാണലുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കൃഷിയിലോട്ട് ഇറങ്ങി എൻ്റെ ഇത് കണ്ട് കൃഷിയിലോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നു. നന്നായിട്ട് വിളവെടുത്തു, എന്നെ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ അറിയാം, നമുക്കിത് പൈസ മുടക്കില്ലല്ലോ. പൈസ മുടക്കില്ലാണ്ടാണല്ലേ നമ്മൾ വേണ്ടാത്ത തോട്ടം വൃത്തിയായും ചെയ്യുക, നമുക്ക് നല്ല വിളവും കിട്ടുക. ഇങ്ങനെയുള്ള പാഴ്വസ്തുക്കളൊന്നും കളയണ്ട കേട്ടോ. ഇതൊക്കെ ഇതിന് ഫസ്റ്റാണ്. ഞാൻ മണ്ണിടട്ടെ. ഞാനേ കുറച്ച് മണ്ണിട്ടതാ. മണ്ണിട്ടിട്ട് എല്ലാം ഒന്ന് ലെവലിലാക്കുക, ഒന്ന് ലെവൽ ചെയ്യുക എല്ലാ ഭാഗവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഹോൾസ് നിറച്ചുള്ളത് കൊണ്ടേ നമ്മൾ നടുന്നുണ്ടല്ലോ സൈഡിലൊക്കെ, അപ്പോൾ ഹോൾസൊക്കെ നല്ല മട്ടത്ത് നിൽക്കും. ഇതിലേക്ക് ഇങ്ങനെ മണ്ണൊന്നും വരില്ല, മേലേ മണ്ണ് വരുള്ളൂ. എന്താ ഇനി അടുത്തത് ഞാൻ എപ്പോഴും കരിയിലയാണ് ഇടല്. ഇന്ന് ഞാൻ മുറ്റടിച്ച് വാരിയത്. മുറ്റടിച്ച് വാരുമ്പോൾ എനിക്കിതാ കിട്ടുന്നത് എന്താ അറിയോ, പൂക്കളാ. ഇഷ്ടം പോലെ പൂക്കളാ. ഞാൻ അടിച്ചു വാരി ഇതിലിട്ടതാണ്. ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഞാൻ ഗ്ലൗസ് ഇട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യും പോലെ ചെയ്യുന്നവർ ഗ്ലൗസ് ഇടാണ്ടായി പോവരുതേ. ഞാൻ നിറയെ കരിയിലയും ചീമക്കൊന്നയും പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണും എല്ലാം ചേർത്ത് കൂടുതലും ഇതിൽ വന്നത് നമ്മളെ വാഴൻ്റെ ഇല ഉണങ്ങിയതാട്ടോ. ഒക്കെ നല്ല വളമായതുകൊണ്ട് കുത്തി നിറച്ചിട്ട് ഇനിയാണ് മേൽഭാഗം നടാൻ പോകുന്നത്. സൈഡിൽ നിറയെ ചീര നട്ടു. ആ ചീരൊക്കെ എമ്മാതിരി ഉഷാറിലുണ്ടാവും എന്നറിയാം. നിങ്ങൾ വിചാരിക്കൂ ആ ഹോൾസ് മതിയോ, വണ്ണം വെക്കുമ്പോൾ അത് ഇടുങ്ങിപ്പോകൂര, ഒന്നും ആവൂര കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ലേ ഞങ്ങൾക്ക്. അപ്പോൾ ആ സംശയം തീർന്നല്ലോ. നടുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണിടണം. എല്ലാം ഒന്ന് ലെവൽ ചെയ്യട്ടെ. ഒരു കൊട്ടയും ഒരു കവറും ഒന്നും ഞാൻ കളയൂല. എല്ലാത്തിനും കൃഷി ചെയ്യും. എന്നിട്ട് മുറ്റത്ത് അവിടെയും ഇവിടെയും സൈഡിൽ വെക്കും. ഈ ഫ്ലാറ്റിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, പിന്നെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ഗുണം എന്താ അറിയോ, അവർ പോകുമ്പോൾ സാധനം എല്ലാം കട്ടിലും ബെഡും അൽമാരിയും ഒക്കെ ലോറി കയറ്റി പോകുമ്പോൾ നിങ്ങൾ നട്ടതെല്ലാം കയറ്റി പോവാം. എന്നിട്ട് നിങ്ങൾ പുതിയ വീട്ടിലേക്ക് വരിക്ക് വെക്കാം. പെട്ടെന്ന് ഉഷാറാവൂരേ. നമ്മളിപ്പോൾ എന്താ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ അതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നഷ്ടമാവൂരാന്നാ പറഞ്ഞത്. നിലത്തുനിന്ന് ആകുമ്പോൾ നമുക്ക് പറിക്കാൻ കഴിയൂല. ഇനി ഞാൻ
കാന്താരി ഇതിൽ നടാൻ പോവുകയാണ്. കാന്താരി നട്ട് ഉഷാറായത് കാണിച്ചു തരാം കേട്ടോ നവിനി. ഇതുപോലുള്ള തക്കാളി കൊട്ടയിൽ കാന്താരി നട്ടിട്ടുണ്ടായത് കണ്ടോ. അതിൻ്റെ ചുറ്റും ഞാൻ പൊന്നാങ്കണ്ടി നട്ട്. പൊന്നാങ്കണ്ടി കണ്ടോ ഉഷാറായത്. എന്താ ഉഷാർ. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളവെടുത്തതാ. എൻ്റെ കാന്താരി കണ്ടോ കായ്ക്കുന്നേ കണ്ടോ. ഇഷ്ടംപോലെ കായ്യാ. ഇതാ കായ് എന്ന് പറഞ്ഞാൽ കാന്താരി തന്നെ. ഇതങ്ങനെ ഒന്നും മോശമായില്ല. ഇത് അവിടെ ഒക്കെ കണ്ടോ. ഇതിലും ഇതാ നിറയെ അടിയിലൊക്കെ തളിര് വരുന്നത് കണ്ടോ. നോക്ക് അങ്ങനത്തെ കേടുപാടൊന്നും ഉണ്ടായില്ല. ഞാനിതാ ഇത് എൻ്റെ കുപ്പി കമ്പോസ്റ്റാണ്. കുപ്പി കമ്പോസ്റ്റിൽ എന്നും രാവിലെ കൊണ്ടുപോയി ഇടും. ഇതാ തുറന്ന് കാണിച്ചു തരതാ. എന്നിട്ട് ഇതിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അങ്ങ് ഒഴിക്കും. ഇതിൽ അടിയിൽ ഹോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോൾസിൽ മെല്ലെ പതിയെ അങ്ങനെ എല്ലായിടത്തും ഒഴിക്കോളൂ. അപ്പോൾ അവിടെ അങ്ങനെ തന്നെ ചെയ്തിട്ട് ആണ് എൻ്റെ കാന്താരി മുളച്ചുണ്ടായതാട്ടോ. ഇനി ഞാനിത് നടതിൽ വെള്ളീച്ചൊക്കെ വന്നിട്ട് വെള്ളീച്ചക്കുള്ള മരുന്ന് എനിക്കുണ്ട്. ഇത് ബാക്കിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക. ഇത് അടിയോട് വേരോട് കൂടെ അങ്ങോട്ട് എടുക്കുക. വേരോട് കൂടെ അങ്ങ് എടുത്താൽ പ്രശ്നമല്ല. ഇതാ ഒന്നെടുത്തു. നിറച്ച് വെള്ളീച്ചയാട്ടോ. വെള്ളീച്ചയൊക്കെ മരുന്നുണ്ട്. അവിടെ എനിക്ക് പേടിയില്ല. ഇന്ന് അത്ര ശ്രദ്ധിച്ചില്ല. പുതുതായിട്ട് നടുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. ഇതാ 2 3 അടിയോട് വേറിനൊരു കോട്ടം തട്ടാതെ എടുക്കുന്നത്. 4 ഇനി ഉണ്ടോക്കട്ടെ. ഉണ്ടാകുന്ന എടുക്കാമല്ലോ നമുക്ക്. ഇത്രയും അങ്ങ് നടുന്നുണ്ട്. നമുക്ക് കെട്ടിക്കൊടുക്കാം. എന്താ അപ്പോൾ കണ്ടല്ലോ ഞാൻ കാന്താരി വലിയ മുളകിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പാകിയതായിരുന്നു. ഓ വെള്ളീച്ച കണ്ടോ. വെള്ളീച്ചക്ക് മരുന്നുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ഈ ചെടീൻ്റെ അടുത്ത് പോയില്ല. ഇത് ബാക്കിലിരുന്നു. ഞാൻ നടാൻ നോക്കട്ടെ കേട്ടോ. റഹ്മാനുറഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. എൻ്റേത് മാത്രമല്ല, എൻ്റേത് കണ്ട് അതുപോലെ നട്ടുണ്ടാക്കുന്ന കുറേ ചങ്കുകൾ എനിക്കുണ്ട്. അവരുടേത് ഉഷാറാവട്ടെ. അവരതൊക്കെ ഉഷാറായിട്ട് എനിക്ക് നല്ല സന്തോഷമുള്ള കമൻറ്റ് ഇങ്ങനെ ഇട്ടു. നന്നായിട്ടുണ്ടായി, വിളവെടുത്തു, ഇനിയും വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്നും ഉണ്ടാവാത്ത ചെടികൾ, ചാവാനായ ചെടികളൊക്കെ ജീവൻ വെച്ച് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരുന്നുണ്ട്. ഇതെന്തിനാ ഇത്ര അധികം നടുന്നതെന്നല്ലേ. ഞാൻ അതിനൊക്കെ പരിഹാരം കണ്ടിന്. അങ്ങോട്ടേക്കൊക്കെ കെട്ടിക്കൊടുക്കും. ഇത്രയും ഇത് ഓവർ തന്നെയാണ്. പക്ഷെ ഉണ്ടാവുന്ന എല്ലാം വിജയിച്ചോളണമെന്നില്ലല്ലോ. നമ്മൾ നട്ടത് പരാജയപ്പെടുകയൊക്കെ ചെയ്യല്ലോ. പക്ഷെ വിജയിക്കും എന്നുള്ള ചിന്തയിൽ മാത്രം നമ്മൾ നടാവും. പിന്നീടുള്ളതൊക്കെ വിധി പോലെ വരും. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ കാന്താരി നട്ടു. വിജയകരമായിട്ട് ചീര നട്ടു. ചീരക്ക് ഞാൻ പൈസ മുടക്കിയില്ല. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതല്ല. എനിക്ക് കരിയില കമ്പോസ്റ്റ് ഇട്ട് ചെടി നട്ടപ്പോൾ അതിൽ മുളച്ചുണ്ടായതാ. മുളച്ചുള്ള ചീരയാണിത്. കാന്താരി അതുപോലെ തന്നെ ഞാൻ വിത്ത് പാകിയതായിരുന്നു. ഈ കൊട്ട എനിക്ക് ഫ്രീ കിട്ടിയതാണ്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ പോട്ടി മിക്സ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ കാന്താരി വിളവെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു നിരങ്ങൾക്ക് കാന്താരി എനിക്ക് ഉണ്ടായതിൽ കുറേ വിളവെടുത്ത് പോയതാ. ഇതിപ്പോൾ ഒന്നും കുറച്ച് മുമ്പ് വിളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നട്ടാൽ നമുക്ക് ഫ്രഷായ വിഷരഹിത പച്ചക്കറികൾ നമ്മളെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്തൂടെ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. കാന്താരി ഒന്ന് വാങ്ങാൻ പോയിക്കൂടെ കേട്ടോ. 1 കിലോന് എന്താ വില. ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചത് ഇനി എന്താണെന്നുള്ളത്. എൻ്റെ അടുത്ത് കാന്താരിയൊക്കെ വിളവെടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കാന്താരി നടൽ ഇങ്ങനെ ഇത്രയും. അപ്പോൾ ഒറ്റ പാത്രത്തിൽ എന്തെല്ലാം നട്ടു. ഞാൻ ഇതിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുക്കൂ. കാന്താരി ഇവിടുന്ന് ഇങ്ങനെ പറിച്ചെടുക്കൂ. ഒരു തോരനുള്ളതായി കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത് കുഞ്ഞി പ്രായക്കാരാണല്ലോ. അപ്പോൾ ഇവർക്ക് ശക്തിയിൽ ഊക്കിൽ വെള്ളം ഒഴിച്ചുകൂടാ. അതിന് പറ്റിയ പാത്രമാണ് ഇത്. സ്പ്രേ ചെയ്യിക്കുക. ഇത്ര മതി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ കുറേ പഴത്തോടൊക്കെ ഇടാൻ വിചാരിക്കുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ട് അതും നനക്കും. നല്ല സ്ഥലത്തേക്കും നേരിയ തോതിൽ നല്ല വെള്ളവുമായിട്ടങ്ങ് ചെന്നോളൂ. നമ്മളെ പൂക്കൾ ഇവരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അവരെ മാത്രമാണ് നോക്കുന്നത്, എന്നെ നോക്കുന്നില്ലല്ലോ എന്നുള്ളത്. കുറച്ച് നമ്മളങ്ങനെ വേർതിരി കാണിക്കരുത്. ഇവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരാ. ഞാൻ മക്കളെ പോലെ പോറ്റുന്നവരാ. ഈ പാത്രം നല്ല ഉപകാരപ്പെട്ട കേട്ടോ. ഇത് വാങ്ങിക്കൊള്ളി. നല്ലതാണ്. ഇത് 5 ലിറ്ററാണ്. 2 ലിറ്റർ ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇത് സൂപ്പറാണ്. ഇപ്പം നല്ല വേനലാണല്ലോ. മഴ വരുന്നുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ മഴ പെയ്തില്ല. പക്ഷെ വേനൽക്ക് ഇവിടെ ഇതൊക്കെ ഉണങ്ങി പോയി. നമ്മൾ നനച്ച് കഴിഞ്ഞാൽ ഒരു ഉണക്ക് വരും മേൽഭാഗം. അടിയിൽ കരിയിലുള്ളത് കൊണ്ട് അവിടെ കുറച്ചൊക്കെ പിടിച്ച് നിൽക്കും. അപ്പം മേലെ നമുക്കൊരു പൊത ഇട്ടാൽ നല്ലതാണ്.
ഇതാടുന്ന് വെച്ചാൽ ഇത് അണുക്കളൊന്നും കയറൂല. ഇത് ഞാൻ എൻ്റെ കാന്താരി നടൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.